ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിരോധം 7-ാം തീയതി കട്ടപ്പനയിൽ നടക്കും. സിപിഎമ്മിനെയും ജില്ലാ സെക്രട്ടറിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ചിലരുടെ നീക്കത്തിനെതിരെയും ജില്ലയിലെ ഭൂപ്രശ്നപരിഹാരം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിപിഐഎമ്മിനെയും ജില്ലാ സെക്രട്ടറി CV വർഗീസിനെയും അപകീർത്തിപ്പെടുത്താനും ജില്ലയിലെ ഭൂപ്രശ്ന പരിഹാരം അട്ടിമറിക്കാനുമുള്ള നീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി 7-ാം തീയതി വൈകിട്ട് 4-ന് കട്ടപ്പന ഓപ്പൺ സ്റ്റേഡിയത്തിൽ യുവജന പ്രതിരോധം സംഘടിപ്പിക്കും. CV വർഗീസ് ജില്ലാ സെക്രട്ടറി ആയതു മുതൽ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനും LDFനെ ഒറ്റക്കെട്ടായി അണിനിരത്താനും ഇടപെടൽ നടത്തിവരികയാണ്. ജില്ലയിലെ ഭൂപ്രശ്ന പരിഹാരത്തിന് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തി കാൽനട ജാഥ നടത്തിയിരുന്നു. ചട്ടം ഭേദഗതി ചെയ്ത ബില്ലിൽ ഗവർണർ ഒപ്പിടാതിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ സമരവും സംഘടിപ്പിച്ച് പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിച്ച CV വർഗീസ് ആയിരുന്നു. ഭൂപതിവ് ഭേദഗതി നിയമത്തിന ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. മക്കളുടെ ബിസിനസിന്റെ പേരിൽ പുകമറ സൃഷ്ടിച്ച അദ്ദേഹത്തെയും പാർട്ടിയെയും തകർക്കാനുള്ള ശ്രമം ചിലർ അജണ്ടയായി സ്വീകരിച്ചു പോരുകയാണ്. പാർട്ടിയെ താറടിച്ച് കാണിക്കുന്നതിന് മോശമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ കൊടുത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ തന്നെ ഇത്തരത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ നടത്തുന്ന ഏതെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി CPM തന്നെ നിലപാടെടുത്തു. അന്വേഷണം നടത്തുന്നതിനും പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ അതിനെ സംബന്ധിച്ച അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ബോധപൂർവമായി നിരന്തരമായി ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ബോധപൂർവമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ നടത്തുന്ന ബിസിനസ്സിനെ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ മകൻ എന്ന് അന്വേഷണ ഉത്തരവിലടക്കം കൊടുത്തുകൊണ്ട് തെറ്റായ രൂപത്തിൽ CPMനെ കടന്നാക്രമിക്കാൻ ഇതിന്റെ ഒരു അവസരമായി ഇതിനെ ഉപയോഗിക്കുന്ന നിലയുണ്ട്. ഇത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടൽ നടത്തുന്ന നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതൃത്വത്തെയും അവമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതിനെതിരെ അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് അതിന് ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാനാണ് ജില്ലയിൽ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 7-ാം തീയതി കട്ടപ്പനയിൽ ഡിവൈഎഫ്ഐ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് യുവജന പ്രതിരോധം സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടർ സമരങ്ങൾക്ക് നേതൃത്വം നൽകും. ഇപ്പോൾ ഈ ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം സമരമെല്ലാം ഏറ്റെടുക്കുമ്പോൾ തന്നെ ജില്ലയിലെ നിർമ്മാണ നിരോധനം അടക്കമുള്ള വിഷയങ്ങളിൽ തെറ്റായ രൂപത്തിൽ ഇടപെടുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തവരാണ് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരായിട്ടുള്ളത്. അവരാണിപ്പോൾ ഇതിനെല്ലാം സമരത്തിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാർബൺ ഫണ്ട് കൈക്കലാക്കി ജീവിക്കുന്ന ചില കപട പരിസ്ഥിതിവാദികളും ചില ഉദ്യോഗസ്ഥരും ചില മാധ്യമങ്ങളും ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കാൻ നടത്തുന്ന ഗൂഢ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ, പ്രസിഡന്റ് S സുധീഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ, ജില്ലാ കമ്മിറ്റി അംഗം ജോബി അബ്രഹാം എന്നിവർ പങ്കെടുത്തു.